ഫെബ്രുവരി 14, 15, 16, 17 തീയതികളിൽ നേമം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വെച്ച് കുടുംബാസൂത്രണ ക്യാമ്പ് നടത്തുന്നതായിരിക്കും. ഈ ശിവനില്ലാതെ നിന്റെ ഒക്കെ കുടുംബാസൂത്രണം ഇവിടെ നടത്തുന്ന എനിക്കൊന്ന് കാണണം. എന്നെ തകഞ്ഞല്ലേ? അല്ലേ, അറിയാൻ മേലോത്തോണ്ട് ചോദിക്കുക. ഒരു ഏജന്റ് ഇല്ലാതെ കുടുംബാസൂത്രണം ക്യാമ്പ് വിജയിക്കും? അവന്റെയൊക്കെ അമ്മൂമ്മയുടെ ഒരു ആസൂത്രണം. വീടുണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ ഈ പ്രദേശത്താണോ താമസം? അതെ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഞാനാണ് ഈ പ്രദേശത്തെ കുടുംബാസൂത്രണ ഏജന്റ്. പേര് ശിവൻപിള്ള. എനിക്ക് ഈ പഞ്ചായത്തിലുള്ള വീടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? കാശ് തരാം. കാശ് മുൻകൂട്ടി തരണം. എന്തിനാ? വിശ്വാസമല്ല. എന്നെയോ? കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം. ആ അതെ അതെ, ഈ മുട്ട കണ്ടപ്പോ എനിക്കും തോന്നി. നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. ശരി, മുൻകൂർ തരാം. നിങ്ങൾ അങ്ങോട്ട് ഇരുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദേശത്തെ കുടുംബാസൂത്രണ ഏജന്റാണ്. എന്റെ പേര് ശിവൻപിള്ള. എന്ത് വേണം? സാറ് കല്യാണം കഴിച്ചാണോ? ഇല്ല. എത്ര കുട്ടികളുണ്ട്? മാന്യന്മാർ താമസിക്കുന്നിടത്തോന്ന് അനാവശ്യം പറയുന്ന ആര് കണ്ടാലും ഒന്നുമില്ല. നിങ്ങൾ വല്ലതും കണ്ട? ഞങ്ങളെല്ലാം കണ്ടു. നമുക്ക് റാസ്കലാണവൻ. ചെരുപ്പൂത്തി അലവലാതി. എവനോട് മാന്യന്മാരെ നമ്മളെ പോലെ സംസാരിക്കുവേ. ആദ്യം കുട്ടികൾ എത്രയുണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ അറിയാമല്ലോ കല്യാണം കഴിച്ചതാണോ ഇല്ലേന്ന്. സാറ് സൂക്ഷിക്കണം. സാറേ, ഇവിടെ ഇത് ഞാൻ ഒപ്പിക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദേശത്തെ കുടുംബാസൂത്രണ ഏജന്റാണ്. പേര് ശിവൻപിള്ള. അമ്മച്ചിക്ക് എത്ര കുട്ടികളുണ്ട്? 4. കല്യാണം കഴിച്ചാണോ? ചേട്ടാ, ഈ പണി ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞാ പറ്റുമോ? ജീവിക്കണ്ടേ? നിങ്ങൾ കുറെ ആൾക്കാരെ കൊണ്ടുപോവാ. ആൾക്ക് 5 രൂപ വെച്ച് ഞാൻ തരാം. ആൾക്ക് 5 രൂപ വെച്ച് തരുമല്ലോ. ഏറ്റു മാത്രമല്ല ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും തരാം എന്റെ വകയായിട്ട്. ഓ, നാളെ കുറെ ആൾക്കാരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോവാ. എന്നാ നാളെ കാലത്ത് 10 പേരെ ഞങ്ങൾ ക്യാമ്പിലോട്ട് കൊണ്ടുവരാം. എവിടെ? പരമദ്രോഹികള്. ചേട്ടാ കാശ് ചേട്ടാ. ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ കാലിക്ക് 5 രൂപ ചേട്ടാ. 5. ഉറുമ്പ് കടിക്കുന്ന പോലൊരു പരിപാടിയാ. കിട്ടുന്നതോ ഒരു വലിയ പ്ലാസ്റ്റിക് ബക്കറ്റും, അതും ഇഷ്ടമുള്ള നിറത്തിൽ. പിന്നെ 300 രൂപയും. 300 രൂപ ഇക്കാലം ചില്ലറ കാശാണോ? അപ്പൊ തൊട്ടിയും 300 രൂപയും. അല്ലാതെ കാര്യം കഴിയുമ്പോ കണാകുണ വർത്തമാനം പറയരുത്. പിള്ള മനസ്സിൽ കള്ളമില്ല. എന്റെ പേര് ശിവൻപിള്ള എന്നാ. എനിക്ക് കള്ളം പറഞ്ഞുകൂടാ, പ്രത്യേകിച്ച് മറ്റൊരു പിള്ളയോട്. 100 രൂപയും ഞാൻ ഏറ്റു. അപ്പൊ ഒരു ചുവന്ന തൊട്ടിയും 300 രൂപയും. ചുമന്ന ബക്കറ്റും 300 രൂപയും ഞാൻ ഏറ്റു. വന്നാട്ടെ. എന്താ കാര്യം? പിന്നെ അയാൾ ഒപ്പിച്ചു. നമുക്ക് കമ്മീഷനും ഇല്ല. എങ്കിലും പൊളിക്കണം. 3 തരം പൊളിക്കണം. ഉമ്മച്ചനും ചേർന്ന് വരാൻ ഇവിടെ വന്നു.
ഇപ്പൊ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്നു. നിങ്ങൾ എന്താ അനാവശ്യമാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്കൊരു വിവാഹം വേണ്ടേ? കുടുംബം വേണ്ടേ? കുഞ്ഞുങ്ങൾ വേണ്ടേ? വേണം. നിങ്ങൾ ഇവിടെ വന്നത് ജീവിക്കുന്ന പെൺകുട്ടി വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. പറഞ്ഞെന്നാ ചോദിച്ചത്? ഇല്ല. പിന്നെ ഇവിടെ വന്നത്? ഇവിടെ വന്നാൽ ഇതൊന്നും നഷ്ടപ്പെടുമെന്ന് അറിയില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു കോയക്കുട്ടിയുടെ സുന്നത്ത് പോലത്തെ പരിപാടിയായിരിക്കുമെന്ന്. വീട്ടിലാണെങ്കിൽ അമ്മ പറയുമായിരുന്നു ഒരു തൊട്ടി വാങ്ങണമെന്ന്. എന്നാ പിന്നെ ഒരു തൊട്ടിയും വാങ്ങുമല്ലോ എന്ന് കരുതി. നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. വരും ഇങ്ങോട്ട്. ഓരോരുത്തരും ഗുളിക പരുവത്തി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ആസൂത്രണം ചെയ്യാതെ. ബാക്കിയുള്ള വയറ്റത്തടിക്കാൻ വനിതാ പോലീസിനെ വിളിച്ചോണ്ട് വന്നേണ്ടില്ലേ? പന്ന കഴിവുള്ള മക്കൾ. ആരുടെ ഫോട്ടോ? അത് ഒരു മാൻ. മാൻ മാൻ. ഞാൻ നോക്കട്ടെ. ഇല്ല, കാണിക്കില്ല. കള്ളം പറയരുത്. പിള്ള സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയുടെ തലയിൽ ഇടുത്തി വീഴും. അയ്യോ, അത് എന്നാ കാണട്ടെ കാണട്ടെ. ട്രെയിൻ പോകുന്നവരെല്ലാം ടിക്കറ്റ് വാങ്ങണം. കൊണ്ടുവയ്ക്കോ വയ്ക്കോ. ആ ട്രെയിൻ സ്റ്റേഷനിലെത്തി. എല്ലാവരും ടിക്കറ്റ് വന്നിട്ട് ഇറങ്ങിക്കോളും. എന്താ ഇത്? എനിക്ക് ശശികല വലിയ ഇഷ്ടമാണ്. ശശികലയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പക്ഷേ പിള്ള വിചാരിക്കുന്നതിലല്ല. പിന്നെ ആദ്യം പിള്ള ഈ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് മിടുക്കനാവണം. എങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കും. ഇനി നാളെ കളിക്കാം. എന്തെങ്കിലും കളിച്ചോ? നീ ഇങ്ങോട്ട് പോടോ. എന്താലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അത് കള്ളം. ഞങ്ങളോടല്ലാതെ വേറെ ആരോടാണ് പിള്ള പറയുക? ഞാൻ പറയാം. എന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റി മിടുക്കനായി വന്നാലേ ശശികലയ്ക്ക് എന്നെ ഇഷ്ടമാവൂ എന്ന് അവര് പറഞ്ഞു. അത് ശരിയാ പിള്ളേ. കഴിയുന്നതും പിള്ള മിടുക്കനാവണം. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാ. എന്നിട്ട് വേണം നമുക്കൊരു കലക്ക് കലക്കാൻ. നമ്മളൊരു കാര്യം പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വാസം വരുമോ? എന്തായാലും നമ്മുടെ ഉപ്പ പറഞ്ഞതാണ്. ആലിക്കോട്ട് മലയുടെ അപ്പുറത്ത് അറൂരിനൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഖത്തീബ് അബ്ദുറഹ്മാൻ തങ്ങളുണ്ട്. 1000 ശൈത്താന്മാരെ കൊന്ന് അറൂര് പള്ളിയെ രക്ഷിച്ചു കാണും. ഓനിക്കൊരു കഴിവുണ്ട് പോലും. രാജയില്ലാത്തവരെ രാജാവാക്കാനുള്ള കഴിവ്. പിന്നെ അവിടെ വരെ വേഗം ഒന്ന് പോയിട്ട് വാ. ചിലപ്പോൾ പിള്ളേരെ കാര്യം നടക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ചെല്ലു പിള്ളേ ചെല്ല്.